ഇന്നും ഈ പത്രത്തിൽ മൊത്തം വാർത്തയാണല്ലോ. എന്റെ ദൈവമേ, ഇത് മൊത്തം ഞാൻ തന്നെ വായിച്ച് തീർക്കാൻ വേണമല്ലോ. കേരളത്തിൽ ചാരായം നിർത്തലാക്കി. എന്റെ ദൈവമേ, ഞാനിതങ്ങനെ സഹിക്കുവോ? അയ്യോ, ഞാനിതങ്ങനെ സഹിക്കുവോ? സർക്കാർ ചാരായം നിർത്തലാക്കി. എന്റെ പ്രസവം നിർത്തിയപ്പോ നിങ്ങൾക്ക് ഇത്രയും ദണ്ണം ഇല്ലായിരുന്നല്ലോ. എടി, നിന്റെ പ്രസവം നിർത്തിയപ്പോ ഒരു ബക്കറ്റും മക്കും കിട്ടിയായിരുന്നു. ചാരായം നിർത്തിയ ഒരു ബെഗ് പോലും കിട്ടത്തില്ല. ഇത് ഞാൻ എങ്ങനെ സഹിക്കുവേ? ഇത് ഞാൻ സഹിക്കത്തില്ല. സുധാകര, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പറമ്പിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കരുതെന്ന്. എടി, ആ സുധാകരന്റെ വീട്ടിലെ പട്ടി യൂറോപ്യൻ ക്ലോസറ്റിൽ പോകുന്നുണ്ട്. എന്നിട്ടും അവന് നമ്മുടെ പറമ്പിൽ വന്നിരുന്നാലേ സമാധാനം വരുത്തുള്ളൂ. അയ്യോ, അതാ സുധാകരനൊന്നുമല്ല. അവൻ ഇപ്പൊ ആ തോട്ടുവരമ്പത്തല്ലയോ പോകുന്നത്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഇന്നലെ ആ തോട്ടുവരമ്പത്തോട് ഇങ്ങോട്ട് വരുമ്പോഴേ അവിടെ ഒരു പെരുമ്പാമ്പ് വാല് ചുരുട്ടി വട്ടയില കൊണ്ട് തുടച്ചിട്ട് പറയുവാ ആ സുധാകരൻ കാണിച്ച പണിയാന്ന്. നീ അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നീ ഒറ്റ കാരണം അവന്റെ പട്ടി എന്നെ കടിക്കാൻ വന്നത്. അയ്യോടാ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ കാണിച്ചത്? ഓടുന്ന പട്ടിയുടെ മുന്നിൽ ഉടുമുണ്ടെറിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ വേണ്ട, ആ പട്ടിയുടെ നോട്ടം കണ്ടറിയാ അത് ജീവിതത്തെ ഇറച്ചി കണ്ടിട്ടില്ലെന്ന്. പക്ഷെ എന്നെ ഒന്നും ചെയ്തില്ല. കാര്യം എന്താ? പട്ടിക്ക് പോലും വേണ്ട. എടി, നീ പോയി നഷ്ടപരിഹാരം മേടിച്ചോണ്ട് വരുന്നുണ്ടോ? പിന്നെ തുണി ഉരിഞ്ഞ് കാണിച്ചാലും നഷ്ടപരിഹാരം അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. എന്നാ നീ പട്ടിയെ പൂട്ടിയിടണെന്ന് പറ. എന്റെ അണ്ണ, ഞാൻ അത് പറയാൻ അവരുടെ വീട്ടിൽ പോയി. അന്നേരം അവിടെ മക്കള് രണ്ടുകൂടെ ഭയങ്കര കുശുകുശു. അത് ചക്ക സീസൺ കഴിയുമ്പോ അങ്ങ് നിന്നോളൂ. സത്യമാണ് ഞാൻ പറഞ്ഞേ, എന്നെ വിശ്വസിക്ക്. അയ്യോ, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഫിഗർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞില്ലേ മനുഷ്യ നിങ്ങളെന്നെ കല്യാണം കഴിച്ചത്? ഞാൻ വിചാരിച്ചു വല്ല സിനിമാ നടന്മാരുടെ ഫിഗർ ചെയ്യുമായിരിക്കുമെന്ന്. ഇവിടെ വന്നപ്പോഴല്ലയോ ഘോഷയാത്രയ്ക്ക് മാനിന്റെ മയിലിന്റെ ഫിഗർ തുള്ളുവാന്ന് കണ്ടത്. എന്താടി മയിൽ, എന്താടി ഫിഗർ അല്ലയോ? നിങ്ങളുടെ ഈ മയില് തുള്ളല് കാരണം നമ്മുടെ മോനെ നാട്ടുകാർ വിളിക്കുന്നത് എന്താ അറിയാവോ? മയിലിന്റെ മോനെ. മാനാകും, മയിലാകും, പാമ്പാകും. എന്റെ പാമ്പിനെ കണ്ട് നീ മേടിച്ച് നിൽക്കുവാന്നോ? ഞാൻ അടുത്ത് വാ, അണ്ണൻ ചീറ്റത്തില്ല. അതെനിക്കറിയാൻ ചീറ്റത്തില്ല. ഞാൻ പിന്നെ ഇത്രയും കാണിച്ചിട്ട് നീ എന്തോ മാറി നിൽക്കുന്നത്? എന്തേലും സാധനം വെറുതെ കിടന്ന് ചെയ്യുന്ന കണ്ട ഞാൻ ആ വഴിക്ക് വരത്തില്ല. എടി, നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഇന്ന് സിനിമ നടന്മാരെ ഫിഗർ ചെയ്യാൻ പോവാ. ഇത് മീശ വരയ്ക്കാനുള്ള ഉമ്മുക്കിരി, ഇത് മമ്മൂട്ടി ചെയ്യുമ്പോ വെക്കുന്ന പഴം, ഇത് മോഹൻലാലിന് ചെയ്യുമ്പോ വായി വെക്കാനുള്ള ബന്ന്. എന്നാ പിന്നെ അണ്ണൻ കണ്ട് ഇതുകൂടെ കൈവച്ചു. ഇതെന്തോ പരിപാടി കഴിയുമ്പോ മൂക്കി വെക്കാനുള്ള പഞ്ഞി. എന്റെ അണ്ണ, നിങ്ങൾ ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. 3 നേരത്തെ ആഹാരം ഈ മേശപ്പുറത്തിരിക്കുന്നു, എന്നിട്ടാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. അണ്ണ, നിങ്ങൾ ആ ഉമക്കരി എടുത്ത് പല്ല് തെച്ചാ പഴവും പന്നും എടുത്ത് തിന്നാൻ നോക്ക്. വേണ്ട, ആ ബാങ്കുകാർ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിങ്ങൾ ഈ തുണി ഊരിക്കളാ. ലോണ് വേണ്ടായോ? അങ്ങനെ നഗ്നത കാണിച്ചു കിട്ടുന്ന ഒരു ലോണും എനിക്ക് വേണ്ട. ഇനി നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ജട്ടി ഇട്ടുകൊണ്ട് നിൽക്കാം. എന്റെ അണ്ണ, ഈ മയിലിന്റെ ഡ്രസ് ഊരി കളയാനാ ഞാൻ പറഞ്ഞത്. എടി, നീ അല്ലേ പറഞ്ഞ ബാങ്ക് മാനേജർ വരുമ്പോ ഈ മയിൽ ആടി കാണിക്കണമെന്ന്? ഈ മയിൽ ആടി കാണിക്കണമെന്നല്ല പറഞ്ഞത്, ഈ മയിലടി കാണിക്കണമെന്നാ പറഞ്ഞത്. അല്ലടി വിമലെ, ഈ ബാങ്കുകാർ വരുമ്പോ നാട്ടുകാരോട് ചോദിക്കുമ്പോ ഞാൻ വെറും മയിലാന്ന് പറഞ്ഞാ നമുക്ക് ലോൺ കിട്ടുമോ? സ്വഭാവം ലോണുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ പ്രായോഗിക ബുദ്ധി കാണിച്ച് രക്ഷപ്പെടും. അതെന്തു അണ്ണാ? കഴിഞ്ഞ ആഴ്ച പരിപാടിക്ക് പോയപ്പോഴേ രാത്രി ഞാൻ ഈ മയിലിന്റെ ഡ്രസ്സും പീലിയും കെട്ടി വെച്ചോട്ട് പറന്നങ്ങ് ചെന്ന് എന്നിട്ട് വെട്ടത്തിൽ നിന്ന് മനസ്സിലായത് കാക്കയുടെ ഡ്രസ്സും മയിലിന്റെ പീലിയും. എന്റെ ദൈവമേ, ആ കമ്മിറ്റിക്കാരായിരുന്നു നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്നാ? കാക്കയും മയിലിനെയും ചേർത്ത് ഞാനൊരു അഭിഹിതം ഉണ്ടാക്കിയിട്ട് അന്നാരെ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന്. പിന്നെ എന്റെ അണ്ണ, ഈ ഉടുപ്പൊന്നും മാറ്റിയിട്ട് ആ കറുത്ത കോട്ടൊന്നും എടുത്തിടണ്ണ. എടി, ഓടി എവിടുന്ന്? വാഴത്തോട്ടത്തിൽ വവ്വാലിനെ ഓടിക്കാൻ വേണ്ടി ആ കറുത്ത കോട്ട് വിട്ട് വവ്വാലിന്റെ ഫിഗറും ചെന്ന് ഞാൻ വാഴത്തോട്ടത്തിൽ ഇങ്ങനെ കീഴ്ക്കാൻപാട് കിടക്കുക. എന്നിട്ടെന്താ, 15 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അമ്മ വന്നെന്നും പറഞ്ഞ് 10-25 വവ്വാല് വന്നു ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്റെ ദൈവമേ, അതിനിടയ്ക്ക് ഒരു വവ്വാല് പറയുവാ ഞാൻ അമ്മ വന്ന സന്തോഷം ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാമെന്ന്. ആ സെക്കൻഡ് ഞാൻ അവിടുന്ന് മുങ്ങി. അതെന്താ? മക്കള് സ്നേഹം കാണിച്ചപ്പോ ഇത്രയും. അപ്പൊ 15 കൊല്ലം മുമ്പ് ഭാര്യയെ കാണാത്ത ഭർത്താവ് വരുമ്പോ എന്റെ അവസ്ഥ എന്താ ആയിരിക്കും? എന്റെ അണ്ണ, നിങ്ങൾ ആ ഗൾഫിലെ പരിപാടിക്ക് പോയായിരുന്നെങ്കിൽ ഈ വവ്വാലിനെ പേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ടേ, ഗൾഫിലെ പരിപാടിക്കാരും മിണ്ടിപ്പോയേക്കരുത്. എന്താ? എടി, അവന്മാര് പറയുവാ പരിപാടി കഴിയുമ്പോ നിനക്ക് ഗർഭം തരാമെന്ന്. ഗർഭമല്ല, ദീർഘം. എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ പിഴച്ച മയിലെന്ന് വിളിക്കുന്നു. എങ്ങനെ വിളിക്കാതിരിക്കും നിങ്ങൾ?
നിങ്ങളെ നിങ്ങളുടെ കൂടെ പഠിച്ചവരെല്ലാം വലിയ നിലയിലായി. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. താണ്ട ആ എലീനയും ഡയാനയും ശ്രീവിദ്യയൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കൂടെ പഠിച്ചവരാ. അവരിപ്പോ സെറ്റ് പല്ല് വെച്ച് ചിരിക്കുന്നു, ഞങ്ങളുടെ അപ്പൂപ്പൻ സെറ്റ് പല്ലില്ലാതെ കരയുന്നു. വേണ്ട വേണ്ട, വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനെ പറ്റി ഇങ്ങനൊക്കെ മോശം പറയാമോ അണ്ണാ? ജീവിച്ചിരുന്നപ്പോ ആരാന്നല്ലോ നിനക്കറിയാവോ? ഓസ്ട്രേലിയ കങ്കാരുവിന്റെ ഫിഗർ ചെയ്യാൻ പോയതാ. തിരിച്ചു വന്നപ്പോ കങ്കാരുന്റെ സഞ്ചിക്കാത്തൊരു മദാമ. ആ കങ്കാരുന്റെ സഞ്ചി തന്നെ പുറത്തിട്ടോണ്ട് ഇടുക്കി മലനിരകളിൽ തേയിലുന്നുള്ളുന്നു. ആ വക 2 മക്കളും ഉണ്ട്, ഒരു തേയിലക്കുളന്തും ഒരു മാലിക്കുളന്തും. അല്ലണ്ണ, നിങ്ങൾ ഈ പക്ഷിയുടെ ഫിഗർ ഒക്കെ ചെയ്തുള്ളൂ, വല്ല മൃഗത്തിന്റെ ഫിഗർ ചെയ്തുകൂടായോ? ഞാൻ ഇപ്പൊ ആടിന്റെയും പശുവിന്റെ ഒക്കെ ഫിഗർ ചെയ്യുമല്ലോ. എന്നാ പിന്നെ ഒരു പട്ടിയുടെയും കൂടെ ചെയ്യണ്ണ. ഒരു ബോഡി എവിടുന്ന് വരുന്നു പോകുന്ന കന്നിമാസ പട്ടിയുടെ സീസൺ വർക്ക് കിടക്കുന്ന സമയമാണ്. ഒരു കൊച്ചാ ഞാൻ പല പ്രശ്നത്തിൽ കിടക്കും, പിന്നെ അതിന് കുരുക്കൂടെ എനിക്ക് തല വരാം. നീ പോ, വേറെ പണിയല്ലോ നോക്കൂ. ഫോൺ അടിക്കുന്നു, നിങ്ങളെ ഫോൺ നിർത്തി. ഇവിടെ ഉണ്ടോ? വീട്ടിലോട്ട് വരുവാന്നോ? അയ്യോ അണ്ണാ, വീട്ടിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് മാനേജർ ആയിരിക്കും. അണ്ണാ, ദാരിദ്ര്യം പറഞ്ഞാലേ ലോൺ കിട്ടത്തുള്ളൂ. ദാരിദ്ര്യം പറയണ്ട. എനിക്ക് 2 മക്കളാണ്. 10 മക്കളുണ്ടെന്ന് പറ മനുഷ്യ. അതൊക്കെ ഒരു ദാരിദ്ര്യമാണോടി? ഇങ്ങോട്ട് മാറി, ഞാൻ അങ്ങോട്ട് പറയാം. അയ്യോ എന്റെ പൊന്നു സാറേ, എന്റെ അണ്ണനാണെങ്കിലേ പരിപാടി ഒന്നുമില്ല സാറേ. എങ്ങാനും ഒരു പരിപാടി കിട്ടിയ കള്ളും കുടിച്ചാ കമ്മിറ്റിക്കാരെ മൊത്തം ഇയാളെ ചീത്ത വിളിക്കും. പിന്നെ ആരെയായാലും പരിപാടി കൊടുക്കുവോ സാറേ? എന്റെ സാറേ, അത്രയ്ക്കും ദാരിദ്ര്യമോ സാറേ? സാറേ ഞാൻ അങ്ങനെ എല്ലാവരും ചീത്ത വിളിക്കും സാറേ. എന്നൊക്കെ കാശും തരാതെ ഫുഡും തരാത്ത കമ്മിറ്റിക്കാരെ ഞാൻ ചീത്ത വിളിക്കത്തുള്ളൂ സാറേ. പിന്നെ മാന്റെ ഡ്രസ് ഇല്ലാത്തപ്പോ ഞങ്ങളുടെ മാമിയുടെ നൈറ്റ് ഇട്ടോണ്ടാ സാറേ പോന്നെ. അതുകൊണ്ട് സാർ എനിക്ക് പെട്ടെന്ന് ലോൺ അനുവദിച്ച് തരണേ. ഓക്കെ. എങ്ങനെയുണ്ട്? ഞാൻ കയറ്റി വെച്ചില്ലയോ? അത് ഞാനിപ്പോ ഇറക്കി തരാമല്ലോ. എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലിയത്? വിളിച്ചത് ബാങ്ക് മാനേജർ അല്ല, പിന്നെ എന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ച കമ്മിറ്റിക്കാരാ. ഇനി ഞാൻ പുതിയ ഐറ്റം എല്ലാം ചെയ്തെങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. എന്നാ എനിക്ക് കന്നിമാസം ഒന്നും നോക്കണ്ട, അണ്ണൻ ആ പട്ടിയുടെ ഫിഗർ അങ്ങ് ചെയ്യണ്ട.